ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമുക്കൊരു അടിപൊളി ടൂട്ടി ഫ്രൂട്ടി കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് മൈദ വേണം, 240 ml വരും. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര വേണം, ഒരു 160 ml ആയിട്ട് വരും. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഓയിൽ 60 ml ഉണ്ടാവും. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 3 റൂം ടെമ്പറേച്ചറുള്ള മുട്ടയും വേണം കേട്ടോ. അപ്പോൾ റൂം ടെമ്പറേച്ചറുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ മെയിൻ സാധനമായ ടൂട്ടി ഫ്രൂട്ടി, നമ്മൾ ടൂട്ടി ഫ്രൂട്ടി കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി വേണം. ഇവിടെ 3 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ കൂട്ടുകാരെ, ആദ്യം തന്നെ നമുക്കൊരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് അരിപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത 1 കപ്പ് മൈദ ഉണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് അരിച്ചെടുക്കാൻ പോകുന്നത്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം അരിച്ചെടുക്കണം. 3 തവണ അരിക്കാവുന്നതാണ്. ഇപ്പോൾ 1 തവണ അരിച്ചിട്ട് പിന്നെ മിക്സ് ചെയ്താലും മതി. അപ്പം ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് സെറ്റാക്കി എടുക്കാം. അതിന് തന്നെ ഒരു 3 മുട്ട നമുക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള മുട്ട തന്നെ വേണം കേട്ടോ. എന്നാൽ മാത്രമേ നല്ല കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ടൊക്കെ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല. എന്നാൽ മാത്രമേ മുട്ട നല്ലോണം പതഞ്ഞ് പൊങ്ങി വരത്തുള്ളൂ. ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്യണം. ശേഷം അതൊന്നും കൂടി നല്ലോണം അടിച്ചെടുക്കണം. നല്ല പതഞ്ഞ് വരണം കേട്ടോ, നല്ലോണം അടിക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇത് അടിച്ചെടുത്ത ശേഷം അതിലേക്ക് നമ്മളുടെ 1/4 കപ്പ് പഞ്ചസാരയില്ല, അതിൻ്റെ ഒരു പകുതി ചേർത്ത് കൊടുക്കണം. ശേഷം നല്ലോണം അടിച്ച് പതപ്പിച്ച പഞ്ചസാരയ്ക്കൊന്ന് മെൽറ്റായ ശേഷം വേണം നമ്മുടെ അടുത്ത ബാച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്കൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ മുട്ട കണ്ട് അടിച്ചെടുത്ത് നല്ലോണം ഒരു ഓഫ് വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ 1/4 കപ്പ് ഓയിലുണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാവേ. അതും ചേർത്ത് ജസ്റ്റ് ഒരു 30 സെക്കൻഡ് മാത്രമേ അടിക്കാവുള്ളൂ. ഓവർ അടിച്ചാൽ നമ്മുടെ കേക്ക് നല്ല പൊങ്ങി വരത്തില്ല, അതുപോലെ തന്നെ സ്പോഞ്ചായിട്ടും വരത്തില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് അടിച്ച ശേഷം ബീറ്റർ മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചിട്ട് കൊടുക്കാം. പകുതി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെയും അടുത്ത ബാച്ച് അങ്ങനെ ഇട്ടിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കതൊന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അവിടെ സ്പാച്ചുല യൂസ് ചെയ്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇതായി നല്ലോണം മിക്സാക്കി വെച്ചിട്ടുണ്ട്. 2 ബാച്ചൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പിൻ്റെ മുകളിൽ, എന്ന് വെച്ചാൽ 1/2 കപ്പിനും താഴെ 1/4 കപ്പിൻ്റെ മുകളിൽ ആ രീതിയിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാവേ. ശേഷം കൂട്ടുകാരെ, ഓയിൽ ഗ്രീസ് ചെയ്ത് ഇവിടെ മൈദപ്പൊടി തട്ടിയെടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചാലും മതി കേട്ടോ. എൻ്റെ അതില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം ഒരു സ്ക്വയർ കൊണ്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വരയ്ക്കണം, എയർ ബബിൾസ് പോകാൻ. ഒന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. ഞങ്ങൾ ടാപ്പും കൂടി ചെയ്യുന്നുണ്ട്. ശേഷം 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് ഇത് വെച്ച ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കൺവെൻഷനിൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് വെക്കുന്നുള്ളൂ. അപ്പോൾ ഇത് 30 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും 20 മിനിറ്റ് മതി കേട്ടോ ഇത് ആവാനായിട്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇതൊന്ന് ആയിട്ടുണ്ട്. കറക്റ്റ് 20 മിനിറ്റ് തന്നെ എനിക്കിത് എടുത്തിട്ടുള്ളൂ. നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ ഞാൻ കുത്തി നോക്കിയിട്ട് ഒന്നും പറ്റിപ്പിടിച്ചിട്ടില്ല, കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് 6 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല മണമായിരുന്നു കേട്ടോ കേക്കിന്. അപ്പോൾ ഞാൻ സൈഡൊക്കെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമുക്കിതൊന്ന് നമ്മുടെ ട്രെയിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. പുറത്തെടുത്തപ്പോൾ ചൂടുണ്ടായിരുന്നുകൊണ്ട് നല്ല മണം അടിക്കുന്നുണ്ടായിരുന്നു. ശേഷം നമ്മളിത് കട്ട് ചെയ്യുന്ന സാധാരണ ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ രീതിയിലാണ്, നീളത്തിൽ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇങ്ങനെ നടുക്കൂടെയും കൂടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ കേക്ക്. നല്ല ടേസ്റ്റി കേക്കായിരുന്നു.
ഞാൻ ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കി. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.